2012 മുതൽ അവരുടെ 90% പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നതും ക്രാഫ്റ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെ വേൾഡ് ബ്രാൻഡുകളോട് തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏക ടെക് ആക്സസറി ബ്രാൻഡായിട്ടുള്ള ഡെയിലി ഒബ്ജക്ട്സിൻ്റെ നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന ഏതാനും ചില പ്രോഡക്റ്റുകളാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത്രയധികം പ്രോഡക്റ്റുകളാണ് ഡെയിലി ഒബ്ജക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നത്. അപ്പോൾ ഏകദേശം 100 ദിവസത്തിലധികം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സർജ് മാക്സ് എന്ന് പറയുന്ന ഈ ഒരു 3-in-1 വയർലെസ് ചാർജറിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആപ്പിൾ പ്രോഡക്റ്റുകളാണ്. കോമൺ ആയിട്ട് നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സിൻ്റെ കയ്യിൽ കാണുന്ന 3 പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഐഫോൺ, ആപ്പിൾ വാച്ച്, പിന്നെ എയർപോഡ്സ്. ഈ 3 പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും കുറച്ച് നാളുകൾ കഴിയുമ്പം സ്വയമേ സെർച്ച് ചെയ്ത് തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു 3-in-1 വയർലെസ് ചാർജർ. ഇവരുടെ പാക്കേജിങ് നോക്കിയാൽ മനസ്സിലാവും, സിമ്പിളായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഇതെല്ലാം വരുന്നത്. സോ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. കോമ്പാക്റ്റബിൾ വിത്ത് മാക്സേഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ് ഡെയിലി ഒബ്ജക്ട്സ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി അലുമിനിയം അലോയ് കൺസ്ട്രക്ഷനാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂറബിളാണ്, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. നമുക്ക് കയ്യിലത് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യാൻ സാധിക്കും. നോർമലി നമ്മൾ കാണാനുള്ള ഇതുപോലുള്ള വയർലെസ് ചാർജേഴ്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് USB Type-C ഇൻപുട്ട് കാണാം. ഇതിൻ്റെ ടോട്ടൽ ഓവറോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 30 വാട്ടാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന പല രീതിയിലാണ്. ആപ്പിൾ വാച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിൾ വാച്ചിന് 3 വാട്ട്, എയർപോഡ്സിന് 5 വാട്ട്. അതോടൊപ്പം നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 18 to 30 വാട്ട് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു സിൽക്കൻ പാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സർഫസിൽ വെച്ചാൽ അവിടുന്ന് അത് തെന്നി മാറും അല്ലെങ്കിൽ അനങ്ങും എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളും വേണ്ട. അതോടൊപ്പം തന്നെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കാണാം 2 സ്ഥലത്താണ് വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡുകൾ വന്നിരിക്കുന്നത്. ഇത് രണ്ടും സിൽക്കൻ പാഡുകളാണ്. ഇവിടെ നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് മാക്സേഫ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ മാക്സേഫ് ഡിവൈസുകളെല്ലാം തന്നെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനിയിപ്പം നമുക്ക് വയർലെസ് ചാർജ് മറ്റ് സ്മാർട്ട് ഫോണുകൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാഡിൽ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചാലും നമുക്ക് ഡിവൈസ് ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇവിടെ നമുക്ക് സാധാ ഫോൺ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപോഡുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ടോപ്പിലുള്ള ഈ ഒരു മാക്സേഫ് ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസുകൾ, എസ്പെഷ്യലി ഐഫോണിൽ ഇപ്പോൾ നൈറ്റ് സ്റ്റാൻഡ് മോഡൊക്കെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുപോലുള്ള 3-in-1 വയർലെസ് ചാർജേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ നമ്മളിതിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഡിവൈസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വരുമ്പം ഇതിൻ്റെ ഈ ഒരു പവർ കൺട്രോൾ ചെയ്യുന്ന ഇതിൻ്റെ IC-യിൽ നമുക്ക് ഇതുപോലുള്ള ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ കാര്യങ്ങളൊക്കെ വന്നാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടോ പ്രൊട്ടക്ഷൻ മോഡ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ഡിവൈസ് നിങ്ങൾ ചാർജ് ചെയ്താലും അത് സെക്യൂർ ആയിരിക്കും. ഇത്ര നാളും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഈ ഒരു ആപ്പിൾ വാച്ച് ഞാൻ ചാർജ് ചെയ്യാൻ വെക്കുന്നിടത്ത് ചെറിയ സ്കഫിംഗ് ഒക്കെ കാണാൻ സാധിക്കും. കാരണം ഞാൻ റഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സ്കഫിംഗ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ആൻഡ് ഈ ഒരു പാഡിൽ ഒരു ചെറിയ കളർ ചേഞ്ച് കാണാൻ സാധിക്കും. ഇനി വയർലെസ് ചാർജ് ചെയ്യുമ്പം ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഞാൻ എൻ്റെ എല്ലാ ഡിവൈസുകളും മാറി മാറി യൂസ് ചെയ്തിട്ടുള്ളതാണ്. എസ്പെഷ്യലി രാത്രിയിൽ ഇപ്പം ഞാൻ കിടക്കാൻ നേരത്ത് ചാർജ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇതാകുമ്പോൾ നൈറ്റ് സ്റ്റാൻഡ് മോഡാണ്, നമുക്ക് ക്ലോക്ക് കാര്യങ്ങളൊക്കെ കാണാം എന്നുള്ളതുകൊണ്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര ഭീകരമായിട്ടുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. കാരണം ഇത് വയർലെസ് ചാർജിങ് ആണ്, ഹീറ്റ് ഉറപ്പായിട്ടും ജനറേറ്റ് ചെയ്യും. അതിപ്പോൾ ഏത് വയർലെസ് ചാർജർ നിങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഓവറോൾ പറയുവാണെങ്കിൽ നല്ലൊരു കൺസ്ട്രക്ഷനും ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് ആപ്പിൾ യൂസേഴ്സിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു വയർലെസ് ചാർജർ. ഇതിൽ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഐഫോൺ യൂസേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പവർ ബാങ്ക് ഏതാണെന്നുള്ളത്. നിങ്ങൾക്ക് ഏത് പവർ ബാങ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഇന്ന പവർ ബാങ്ക് എന്നുള്ള നിയമമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പവർ ബാങ്കിൻ്റെ പ്രത്യേകത ഇത് വയർലെസ് ആണ്, 2 ഇതിന് മാക്സേഫ് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐഫോൺ 12 മുതലുള്ള എല്ലാ ഐഫോണുകളിലും വേറെ വയർ കണക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് അതിൻ്റെ ബോക്സ്. ഇത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ആദ്യം ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഇവരുടെ ഈ ഒരു പാംഫ്ലിപ്പ് കഴിഞ്ഞാൽ ഈ ക്യാരിങ് കേസാണ്. നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഇട്ടുകൊണ്ട് പോകാൻ എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാനുള്ള ഇതുപോലുള്ളൊരു കേസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു വയർലെസ് പവർ ബാങ്കിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പം യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു നോർമൽ പവർ ബാങ്കിൻ്റെ അതേ സൈസും അതേ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഡിസൈനാണ്, പക്ഷേ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. കാരണം ഇതെൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം താഴെ പോയായിരുന്നു, എന്നിട്ടും യാതൊരു കുഴപ്പമില്ലാതെ തന്നെ നമുക്കിപ്പോഴും
യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു റിംഗ് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് മാക്സൈവ് സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു വയർലെസ് പവർ ബാങ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഐഫോണുകൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അറ്റാച്ച് ചെയ്ത് തീരുമ്പോൾ ഇതുപോലുള്ളൊരു ആനിമേഷൻ കാണാൻ സാധിക്കും. കാരണം MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള അഡാപ്റ്റേഴ്സിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ വയർലെസ് ചാർജേഴ്സിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആനിമേഷൻ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു USB Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ ഇതേ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ഒരേ സമയം നമുക്ക് വയർലെസ് ചാർജറും അതോടൊപ്പം തന്നെ വയേർഡ് ചാർജറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർ ബാങ്ക് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ചാർജിങ് സംഭവിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതിനൊരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് അകത്താണ്, നമുക്ക് ഈ ഒരു പാനലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷെല്ലിൻ്റെ അകത്താണ്. ഈ ഒരു LED ഉള്ളതുകൊണ്ട് തന്നെ എത്ര % ചാർജ് നമുക്ക് ഈ ഒരു പവർ ബാങ്കിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു 10,000 mAh പവർ ബാങ്ക് ആണ്. ഈ ഒരു 10,000 mAh ഉള്ളതുകൊണ്ട് നമുക്കൊരു 1.25 പ്രാവശ്യം നമുക്ക് നമ്മുടെ iPhone 15 Pro ചാർജ് ചെയ്യാൻ സാധിക്കും. 1.25 പ്രാവശ്യം എന്തായാലും ചാർജ് ചെയ്യാൻ സാധിക്കും. മേ ബി ഇൻ ചില സിനാരിയോസിൽ നമുക്ക് അതിൽ കൂടുതലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പവർ ബാങ്കിനോടൊപ്പം തന്നെ നമുക്കൊരു കോംബോ ഓഫറായിട്ട് അല്ലെങ്കിൽ കോംബോ പാക്ക് ആയിട്ട് ലഭിക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു 4-in-1 യൂണിവേഴ്സൽ ബ്രൈഡഡ് ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രൈഡഡ് കേബിളിൻ്റെ പ്രത്യേകത, നമുക്ക് ഇതിൽ 2 ചാർജിങ് ടിപ്സ് ഉണ്ട്. ഒന്ന് ലൈറ്റ്നിങ് ആണ്, മറ്റൊന്ന് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Type-C കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി 100 വാട്ട് വരെ നമുക്കിത് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മാക്ബുക്ക്, iPad ഒക്കെ നിങ്ങൾ ഈ ഒരു കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ലൈറ്റ്നിങ് കാണാം അപ് ടു 20 വാട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കേബിൾ അല്ലെങ്കിൽ ഈ ഒരു ബ്രൈഡഡ് കേബിൾസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് നമുക്ക് 100 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതുകൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് മിക്കവാറും USB Type-A ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചാർജിങ് പോർട്ടിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാനും നമ്മുടെ ഡിവൈസ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടും ആൻഡ്രോയിഡ് ഡിവൈസും ഐഫോണും നമുക്ക് ഒരേപോലെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഇതെല്ലാം കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ പ്രോഡക്റ്റാണ് ഡെയിലി ഒബ്ജക്റ്റിൻ്റെ ടെക് ഓർഗനൈസർ. ഇത് വോൾട്ട് എന്ന് പറയുന്ന സീരീസിലുള്ള ടെക് ഓർഗനൈസറാണ്. സോ ഇത് വരുന്നത് ഇതേ പാക്കേജിങ്ങിൽ തന്നെയാണ്. നമുക്കൊരു സ്ലിപ്പ് ലോക്ക് കവറുണ്ട്, അതിനകത്തുനിന്ന് ഈ ഒരു മീഡിയം സൈസ് പൗച്ച് വരുന്നത്. ഇത് സ്മോളിലും മീഡിയത്തിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക് ഓർഗനൈസറാണ് കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പം ക്യാരി ചെയ്യുന്നത്. കാരണം ഇതിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട ഐപാഡ് മിനിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐപാഡ് മിനി ഇതിൽ കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൊള്ളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഡാപ്റ്റേഴ്സ്, കേബിള്, SSD, പെൻഡ്രൈവ്, നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ചാർജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിലാണ് ക്യാരി ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റിയും, നമുക്ക് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതാണ്. അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇതിങ്ങനെ പിടിക്കാൻ, ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു സ്ട്രാപ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 2 സിപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കള്ളികൾ എന്നുള്ള ടേമാണ് നമ്മളിവിടെ കോട്ടയത്തൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കള്ളികളാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങൾ വെക്കാനുള്ള ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. സോ 1, 2, 3, 4, പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 4 കള്ളികളും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരേപോലെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് എല്ലാം പറയുന്നത് ഒന്നാണ്. അപ്പോൾ 2-3 ഫോണുകൾ, നിങ്ങൾ ഇതുപോലത്തെ കുറച്ച് ഫോണൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഐപാഡ് മിനി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐപാഡ് മിനിയും നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള ബാക്കിയുള്ള കേബിൾസ്, ചാർജിങ് അഡാപ്റ്റേഴ്സ്, ഇതെല്ലാം കൂടെ നമുക്ക് വെച്ചുകൊണ്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു വാൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ സ്ട്രെച്ച് ആവും. ഇതൊരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, വളരെ എളുപ്പത്തിൽ. അതിനകത്ത് തന്നെ ഒരു സിപ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സിപ്പറുണ്ട്. അതിനകത്ത് നമുക്ക് SSD അല്ലെങ്കിൽ SD കാർഡ്, പെൻഡ്രൈവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ നല്ല ബിൽ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ഇതുപോലെ ഒരു ടെക്കിയാണ്, കൂടുതലും ട്രാവലൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ടെക് ആക്സസറീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വോൾട്ട് ടെക് ഓർഗനൈസർ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇതിനകത്തൊരു ബോണസ് പ്രൊഡക്റ്റാണ് ഡെയിലി ഒബ്ജക്റ്റിൻ്റെ 360° റൊട്ടേറ്റബിൾ ലാപ്ടോപ്പ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് ലാപ്ടോപ്പ് നിങ്ങൾ മാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാപ്ടോപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങളുടെ ഒരു സൈസിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനും 360° ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ക്വാളിറ്റി ആൻഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ ഇതൊരു പൗഡർ കോട്ടഡ് അലുമിനിയം ആണ് യൂസ് ചെയ്തേക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്കിത് ലോങ് ലാസ്റ്റിങ്ങും അതോടൊപ്പം സ്ക്രാച്ച് റെസിസ്റ്റൻറ്റുമാണ്. ഇതിൻ്റെ ടോപ്പ് സർഫസിൽ, അതായത് ലാപ്ടോപ്പ് വരുന്ന സ്ഥലത്ത് ഈ ഒരു സിലിക്കൺ പാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രാച്ച് ആകും എന്നുള്ളൊരു പേടിയും വേണ്ട. ഈ ഒരു സൈഡിലും ഈ ഒരു ലാപ്ടോപ്പ് തങ്ങി നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു എഡ്ജ്. ഈ ഒരു എഡ്ജിലും സിലിക്കൺ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴെ നമുക്കൊരു റബ്ബർ പാഡിങ് 4 എഡ്ജസിലും അല്ലെങ്കിൽ കോണേഴ്സിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ വെച്ചാലും ഇത് തെന്നിപ്പോകും എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. ആൻഡ് ഇത് സെക്യൂർ ആണ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പം നിങ്ങൾ കൂടുതൽ ടൈം നിങ്ങളുടെ ടേബിളിൽ സ്പെൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലാപ്ടോപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ് ഈ ഒരു ടേണർ 360 ഡിഗ്രി ലാപ്ടോപ്പ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.